Hi all, welcome to TOS Academy. So നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന HST എക്കണോമിക്സ് നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, എക്സാം നമുക്ക് മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും അവസാനഘട്ട പ്രിപ്പറേഷൻസിലും അതുപോലെ തന്നെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് റിവിഷനിലേക്ക് എല്ലാം കടക്കേണ്ടതായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് HST എക്സാമിന് പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതോട് കൂടെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലർലി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് ആ ഒരു പോർഷൻ കൂടി, ആ ഒരു സിലബസ് പോർഷൻ കൂടി നമുക്ക് കവർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 2018 HST എക്കണോമിക്സ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആൻഡ് മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് കെയ്നീഷ്യൻ തിയറിയിൽ നിന്നുള്ള ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഒരുവിധം എല്ലാ ടേമിലും ക്വസ്റ്റ്യൻ നമുക്ക് കാണാവുന്ന ഒരു പോർഷൻ ആണ് ഈ ഒരു MPC ആൻഡ് MPS റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലാത്ത തിയറി കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഒരു വിധത്തിലുള്ള എല്ലാ എക്സാമിലും നമുക്ക് ചോദിച്ച് കാണാവുന്നതാണ്. ഓക്കെ, സോ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, if the marginal propensity to save is 0.6, then the marginal propensity to consume is option A 1, option B 0.4, option C 0.6 and option D not determinable. Okay, so ഇവിടെ നമുക്ക് MPS അഥവാ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് തന്നിട്ട് നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. ഓക്കെ, സോ ബേസിക്കലി എന്താണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, അതുപോലെ തന്നെ എന്താണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, ഇത് രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. സോ എന്താണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറയുന്നത്? സോ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് വെച്ചാൽ അഡീഷണൽ ഇൻകത്തിൽ നിന്നും ഉള്ള അഡീഷണൽ സേവിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് അഡീഷണൽ ഇൻകം ദാറ്റ് ഈസ് സേവ്ഡ്, അതായത് ഇൻകം ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ അതിന്റെ എത്ര ശതമാനം നമ്മൾ എന്ത് സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ബേസിക്കലി MPS അല്ലെങ്കിൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിനകത്ത് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാവുന്നതാണ്, ഇപ്പോൾ സപ്പോസ് ഇൻകം 100 rupees ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇൻകം 100 rupees ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, സോ ഇൻകം 100 rupees ഇൻക്രീസ് ചെയ്തു. സോ ആ സമയത്ത് സേവിങ്സ് 20 rupee ഇൻക്രീസ് ചെയ്തു. അതായത് നമ്മൾക്ക് അറിയാം കെയ്നീഷ്യൻ തിയറി പ്രകാരം ഇൻകം ഇൻക്രീസ് ചെയ്താൽ അതിന്റെ ഒരു പോർഷൻ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും, ആൻഡ് ബാക്കി പോർഷൻ സേവ് ചെയ്യുകയും ചെയ്യും ഒരു ഇൻഡിവിജ്വൽ എന്നാണ് കെയ്നീഷ്യൻ തിയറിക്കകത്ത് പറയുന്നത്. സോ 80 rupees കൺസ്യൂം ചെയ്തു, അതിന്റെ ഒരു ഭാഗം എന്ത് ചെയ്തു, 20 rupees സേവ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ ഇവിടെ നമുക്ക് MPS എന്ന് പറയുന്നത് എന്താണ്, MPS എന്ന് പറയുന്നത് സേവിംഗിൽ വന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ ചേഞ്ച് ഇൻ ഇൻകം, ദാറ്റ് ഈസ് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ ആണ് എന്ത്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ. സോ നമ്മുടെ എക്സാമ്പിൾ പ്രകാരം 20 rupees ആണ് അഡീഷണലി എന്ത് സംഭവിച്ചിട്ടുള്ളത്, സേവ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഡിവൈഡഡ് ബൈ അഡീഷണൽ ഇൻകം, അതായത് ഇൻകത്തിൽ വന്നിട്ടുള്ള ഇൻക്രിമെന്റ്. ഇൻകത്തിൽ വന്ന ഇൻക്രിമെന്റ് എത്രയാണ്, 100 rupees. ഓക്കെ, ഒരു വ്യക്തിയുടെ ഇൻകം 1000 rupees ആയിരുന്നു, ആ ഒരു വ്യക്തിക്ക് ഇൻകം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. എന്ത് സംഭവിച്ചു, ഇൻകം 100 രൂപ കൂടി കൂടി, അതായത് 1000 നിന്നും എന്ത് സംഭവിച്ചു, 1000 rupees ആയിട്ട് മാറി. ഓക്കെ, സോ ഇവിടെ ഈ ഒരു 100 രൂപയിൽ അഡീഷണൽ ഇൻകം കിട്ടിയാൽ ആളുകൾ എന്ത് ചെയ്യും, ഇൻകം ഇൻക്രിമെന്റ് ചെയ്യും, സോറി കൺസംഷൻ ഇൻക്രീസ് ചെയ്യും. കൺസംഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രിമെന്റ് ആയിരിക്കും കൺസംഷനിൽ വരിക എന്ന് കെയ്നീഷ്യൻ തിയറിയിൽ കെയ്ൻസ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിന്റെ ആ ഒരു ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് കൺസംഷനിൽ വരുള്ളൂ എന്നുള്ളതിന്റെ കാരണം എന്താണ്, ബാക്കി ഒരു സെർട്ടൻ പോർഷൻ ആളുകൾ എന്ത് ചെയ്യും, സേവ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ പറയുന്നത്, ആ ഒരു സേവ് ചെയ്യുന്ന ശതമാനത്തെയാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുന്നത്, MPS എന്ന് പറയുന്നത്. ഓക്കെ, സോ
ഇവിടെ ഈ ഒരു എക്സാമ്പിൾ 100 rupees ഇൻക്രീസ് ചെയ്തു, 20 rupees സേവ് ചെയ്തു. സോ ഇവിടെ എത്രയാണ് നമുക്ക് ഇത് കിട്ടുന്നത്, MPS കിട്ടുന്നത് 0.2 ആയിരിക്കും അല്ലേ, 0.2. ദാറ്റ് മീൻസ് ഇതിന്റെ മീനിങ് എന്താണ്, ഇൻകം ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 20% ഇൻക്രിമെന്റ് ഇൻ സേവിങ്സ് ഒക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ വരുന്ന കൺസെപ്റ്റ് ആണ് എന്ത്, MPCയുടെ കാര്യം. ഓക്കെ, MPCയുടെ കാര്യം എന്താണ്, MPC മീൻസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷനിൽ എത്ര ശതമാനം ഇൻക്രിമെന്റ് വരും, അതാണ് MPC. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ, സെയിം എക്സാമ്പിൾ എടുക്കുക, 100 rupees ഇൻകം ഇൻക്രിമെന്റ് ചെയ്തു. സോ അതിനകത്ത് 20 rupees സേവ് ചെയ്തു എന്ന് വെച്ചാൽ ബാക്കി 80 rupees എന്ത് ചെയ്തു, കൺസ്യൂം ചെയ്തു. ഓക്കെ, സോ അവിടെ കൺസംഷനിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു 80 rupees ആണ്. സോ MPC എന്ന് വെച്ചാൽ ബേസിക്കലി അപ്പൊ എത്ര വരും, 80. That 80 rupees divided by total change in income, that is 100. 80 divided by 100, that is equal to 0.8 അല്ലെങ്കിൽ 80%. ഓക്കെ, 0.8 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് MPC. ഓക്കെ, 0.8. അതുകൊണ്ട് ബേസിക്കലി എന്താ മീൻ ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി 80% ഇൻക്രിമെന്റ് ഇൻ കൺസംഷൻ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു തിയറിയുടെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ബേസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാന്ന് നോക്കാം. സോ ഇവിടെ നോക്കിയേ, ആൻസർ കിട്ടുന്നത് 0.4 ആണ്. സോ ആൻസർ എങ്ങനെയാണ് കിട്ടിയെന്നുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ MPC പ്ലസ് MPS ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്കറിയാം. അതെങ്ങനെ 1 ആവുന്നത്, അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ 1% എന്ത് ചെയ്യും, ഒരു certain percentage കൺസ്യൂം ചെയ്യും, ബാക്കി വരുന്നത് എന്ത് ചെയ്യും, സേവ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ അതിന്റെ മൊത്തത്തിൽ കൂട്ടുമ്പോൾ അതിന്റെ നമുക്ക് തുക എത്ര കിട്ടും, 1 കിട്ടും. അതായത് 100 രൂപ കൂടി അതിൽ 80 രൂപ കൺസ്യൂം ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി 20 rupees എന്ത് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ആ ഒരു മൊത്തത്തിൽ ആ ഒരു സേവ് ചെയ്തത് കൺസ്യൂം ചെയ്യുന്നതും കൂടി നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആകെ തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. അതായത് 100% എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം, ഈ ഒരു 1നെ. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് MPSന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ, MPSന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. MPSന്റെ വാല്യൂ എത്രയാണ്, 0.6 ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് MPCയുടെ വാല്യൂ ആണെങ്കിൽ 1 - MPS ചെയ്താൽ മതി. MPSന്റെ വാല്യൂ ആണെങ്കിലോ 1 - MPC ചെയ്താൽ മതി. ഓക്കെ, സോ MPC ഈസ് ഈക്വൽ ടു 1 - MPS, ദാറ്റ് ഈസ് 1 - 0.6. സോ നമുക്ക് എത്ര കിട്ടും ആൻസർ, 0.4 കിട്ടും. ഓക്കെ, അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ 40% എന്ത് സംഭവിക്കും, കൺസംഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതിന്റെ 60% സേവിങ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ 1 രൂപ ഇൻക്രീസ് ചെയ്തപ്പോൾ അതിൽ 0.6 rupees എന്ത് ചെയ്തു, ആ ഒരു വ്യക്തി സേവ് ചെയ്തു. ബാക്കി വരുന്ന 0.40 മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൺസ്യൂം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. ആൻസർ ഈസ് ഓപ്ഷൻ ബി, 0.4. ഓക്കെ, സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് MPC ആൻഡ് MPS തന്നിട്ട് ഏതെങ്കിലും MPSോ MPCയോ തന്നിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ, മറ്റേത് കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് യൂഷ്വലി ഒരുപാട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി സോൾവ് ചെയ്യാൻ സാധിക്കില്ലേ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് പ്രൈവറ്റൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഈസ്, privatization of public sector enterprises by selling off part of the equity of PSCs to public is known as. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. രണ്ടാമത്തെ ഓപ്ഷനോ ഇക്വിറ്റി ഷെയർ, ആൻഡ് തേർഡ് വൺ ഈസ് പ്രോഫിറ്റ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡിവിഡൻഡ്. ഓക്കെ, അങ്ങനെ ABCD 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റീസ് സെല്ലിംഗ് ഓഫ് ചെയ്യുന്നതിനെ പറയുന്ന പേര് എന്താണ്. ഓക്കെ, പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന്റെ ഒക്കെ ഇക്വിറ്റി ഷെയർസ് സെയിൽ ചെയ്യുന്നതിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഒരു 4 ഓപ്ഷൻസിനകത്ത്
ആക്ച്വലി ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് ആക്ച്വലി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന്റെ, ബേസിക്കലി ലോസ് മേക്കിംഗ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന്റെ ആ ഒരു ലോസ് നികത്താൻ വേണ്ടിയിട്ട് ബേസിക്കലി എന്ത് ചെയ്യും ഗവൺമെന്റ് അതിന്റെ ഷെയർസ് പബ്ലിക്കിന്, ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്യും. ഓക്കെ, സോ അതിന്റെ ഷെയർസ് പബ്ലിക്കിന് മേടിക്കാവുന്നതാണ്. ഇതിലൂടെ എന്ത് ചെയ്യാം, ഗവൺമെന്റിന് വേണമെങ്കിൽ പബ്ലിക് ഡെപ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ PSUസിന്റെ ഷെയർസ് സെയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള PSUവിന്റെ ഒക്കെ ഷെയർസ് യൂഷ്വലി ഇങ്ങനെ സെല്ലിംഗ് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെയിൽ ചെയ്തിട്ട് ഗവൺമെന്റ് പബ്ലിക്കിലേക്ക് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിനെ കുറിച്ചാണ് ഈ ഒരു ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യമായിട്ടുള്ളത് ബാക്കി 3 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഈ 3 ഓപ്ഷൻസ് എന്തൊക്കെയാ പറയുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഇക്വിറ്റി ഷെയർ. എന്താ ഇക്വിറ്റി ഷെയർ? ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് ആക്ച്വലി ഈസ് എ ടൈപ്പ് ഓഫ് ഷെയർസ്. അവിടെ എന്താണ്, അവിടെ ആ ഒരു പർട്ടിക്കുലർ ഷെയർ ഹോൾഡറിന് ആ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് കൂടി ലഭിക്കുന്നുണ്ട് ഇക്വിറ്റി ഷെയറിന്റെ കേസിൽ. ഓക്കെ, സോ ഈ ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് എ പ്രോസസ് ഓഫ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ പ്രോസസ് ആയിട്ട് നമുക്ക് ഇക്വിറ്റി ഷെയറിന് പറയാൻ പറ്റില്ല. യൂഷ്വലി ഒരു പാർട്ട് ഓഫ് ഓണർഷിപ്പ് കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി ആണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ആൻഡ് പ്രോഫിറ്റ് എന്താണ്? ബേസിക്കലി പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി കോസ്റ്റിനേക്കാളേറെ റവന്യൂ കിട്ടുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നതോ, ഡിവിഡൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പാർട്ട് ഓഫ് പ്രോഫിറ്റ്, അത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പാർട്ട് ഓഫ് പ്രോഫിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഈ 3 ഓപ്ഷൻ ആൻസർ ആയിട്ട് വരില്ല, പകരം ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് refers to the process by which the government sells a part of its shareholding in public sector enterprises to public or private investors. Okay, so disinvestment എന്ന് വെച്ചാൽ ബേസിക്കലി ഗവൺമെന്റ് അതിന്റെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ഇക്വിറ്റി ഷെയർസ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ പബ്ലിക് ഇൻവെസ്റ്റേഴ്സിന് സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു പ്രൈവറ്റൈസേഷന്റെ ഒരു പ്രോസസ് ആണ്. ഓക്കെ, സോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ എക്കോണമി ഏരിയയിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അൺഎംപ്ലോയ്മെന്റിന്റെ ടൈപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു 4 അൺഎംപ്ലോയ്മെന്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതുമായിട്ട് കൃത്യമായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന അൺഎംപ്ലോയ്മെന്റ് ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വരുന്നത് എ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് in which workers are in between jobs or are searching for new and better jobs is. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്, ഓപ്ഷൻ ബി സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്, ഓപ്ഷൻ സി സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഓപ്ഷൻ ഡി ടേൺ ഓവർ. ഓക്കെ, സോ ഇവിടെ ഒരു അൺഎംപ്ലോയ്മെന്റ് ടൈപ്പ് തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പുതിയ ജോബ് അല്ലെങ്കിൽ ബെറ്റർ ജോബ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്കുള്ള ആ ഒരു മൂവ്മെന്റ് ഫലമായിട്ട് വന്നിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ്. അതായത് ബെറ്റർ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജോബ് ക്വിറ്റ് ചെയ്ത് അടുത്ത ജോബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ആ ഒരു ഇൻഡിവിജ്വലിന് ഉള്ള അൺഎംപ്ലോയ്മെന്റിന്റെ ടൈപ്പ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടല്ലോ, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്താണ്? ബേസിക്കലി ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് വരുന്നത് ഒരു ജോബ്സിൽ നിന്ന് മറ്റൊരു ജോബിലേക്കുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ ആ ഒരു ഇൻഡിവിജ്വൽ അൺഎംപ്ലോയിഡ് ആണ്, ആ ഒരു ടൈമിനെയാണ് ബേസിക്കലി ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എക്സാക്ട്ലി ഈ സെയിം സാധനമാണ്. അതായത് ഒരു ബെറ്റർ ജോബിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി ഒരു ജോബ് ക്വിറ്റ് ചെയ്ത് അടുത്ത ജോബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈമിൽ ആ ഒരു വ്യക്തി എന്താണ്, അൺഎംപ്ലോയിഡ് ആണ്, അയാൾക്ക് ജോലി ഇല്ല. ഓക്കെ,
സോ ആ ഒരു സിറ്റുവേഷനിലുള്ള അൺഎംപ്ലോയ്മെന്റിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ അൺഎംപ്ലോയിഡ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അവിടെ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, സോ ഗ്യാപ്പ് ബിറ്റ്വീൻ ജോബ്സിനെയാണ് ബേസിക്കലി എന്ത് പറയുന്നത്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ അടുത്ത ഒരു അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, മറ്റൊരു കാര്യം, ഈ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഷോർട്ട് ടേം അൺഎംപ്ലോയ്മെന്റ് ആണ് കേട്ടോ. അടുത്തത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, സോ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ബിസിനസ് സൈക്കിളിലുള്ള ഫ്ലക്ച്വേഷൻസ് ത്രൂ വരുന്ന അൺഎംപ്ലോയ്മെന്റിനെയാണ് എന്ത് പറയുന്നത്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ബിസിനസ് സൈക്കിളിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഓക്കെ, സോ അപ്സ് ആൻഡ് ഡൗൺസിൽ ആളുകളുടെ എംപ്ലോയ്മെന്റിനെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു റിസഷൻ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഡിപ്രഷൻ സിറ്റുവേഷനിലോ എക്കണോമിക് സ്ലോ ഡൗൺ അവിടെ സംഭവിക്കുന്നില്ലേ? സോ ഈ ഒരു എക്കണോമിക് സ്ലോ ഡൗണിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോളോ ചെയ്യും. സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോളോ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഫേംസ് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യും. പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വർക്കേഴ്സിനെല്ലാം എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ പിരിച്ചുവിടും. ഓക്കെ, സോ വർക്കേഴ്സിനെ പിരിച്ചുവിടും. സോ ആ ഒരു സമയത്ത് ഒരുപാട് ഇൻഡിവിജ്വൽസ് എന്ത് സംഭവിക്കും, അൺഎംപ്ലോയിഡ് ആയിട്ട് മാറും. ഓക്കെ, സോ ഈ ഒരു അൺഎംപ്ലോയ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് വരുന്നത് എപ്പോഴാണ്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ വരുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, സോ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ലേബേഴ്സിന്റെ സ്കിൽസിലുള്ള മിസ്മാച്ച് കൊണ്ട് ജോബ്സ് അവൈലബിൾ ആവാത്ത സിറ്റുവേഷൻ ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ലേബേഴ്സിന്റെ സ്കിൽസ് മിസ്മാച്ച് കൊണ്ട് സംഭവിക്കുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാനുള്ള സ്കിൽസ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ഇല്ല, വർക്കേഴ്സിന് ഇല്ല എങ്കിൽ അവർ അൺഎംപ്ലോയിഡ് ആയിട്ട് തീരും. ഓക്കെ, ടെക്നോളജിക്കൽ ചേഞ്ചസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ് കൊണ്ടോ ഈ ഒരു സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നതാണ്. സോ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പോൾ ഓട്ടോമേഷൻ ആൻഡ് AIs ത്രൂ കാരണം ഒരുപാട് പേര് അൺഎംപ്ലോയിഡ് ആവും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റിന്റെ റീസൺ ആയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, സോ ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ലോങ് ടേം അൺഎംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു ലോങ് ടേം അൺഎംപ്ലോയ്മെന്റ് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു വർക്കേഴ്സ് ആ ഒരു റിക്വയർഡ് ആയിട്ടുള്ള സ്കില്ല് അക്വയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലാത്ത പക്ഷം അവർ അൺഎംപ്ലോയിഡ് ആയിട്ട് തന്നെ നിലനിൽക്കും. ആൻഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് ബേസിക്കലി അൺഎംപ്ലോയ്മെന്റ് ടൈപ്പ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമില്ല. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്, ഓപ്ഷൻ എ, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ആണ് ഒരു ജോബിൽ നിന്നും മറ്റൊരു ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഗ്യാപ്പ് ബിറ്റ്വീൻ ജോബ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, സോ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. So frictional unemployment occurs when workers are temporarily unemployed because they are between jobs or searching for new and better jobs. Okay, workers ഒരു ജോബ് കിട്ടി അടുത്ത ജോബിലേക്ക് കടക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ പുതിയൊരു ബെറ്റർ ആയിട്ടുള്ള ജോബ് സെർച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ജോബിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയം. ഓക്കെ, സോ അടുത്ത ജോബ് കിട്ടുന്ന വരെയുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ആ ഒരു വ്യക്തി അൺഎംപ്ലോയിഡ് ആണ്, ഷോർട്ട് ടേം അൺഎംപ്ലോയ്മെന്റ് ആണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്കണോമിക് റിസഷൻസ് അല്ലെങ്കിൽ ഡൗൺ ടേൺസ് ത്രൂ ഉണ്ടാവുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ആൻഡ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് സ്കിൽ മിസ്മാച്ച് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ടേൺ ഓവർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു അൺഎംപ്ലോയ്മെന്റ് ടൈപ്പ് അല്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മൂവ്മെന്റ് ഓഫ് വർക്കേഴ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ജോബ്സ്, അതായത് അൺഎംപ്ലോയിഡ് ആവുന്നതും എംപ്ലോയിഡ് ആവുന്നതും ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മൂവ്മെന്റിനെ നമുക്ക് ടേൺ ഓവർ എന്ന് പറയാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് നോട്ട് എ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്.
സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, സോ അൺഎംപ്ലോയ്മെന്റ് ടൈപ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിച്ച് കാണാറുണ്ട്. സോ അൺഎംപ്ലോയ്മെന്റ് ടൈപ്സ് കൃത്യമായിട്ട് പഠിച്ചു പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാനുള്ളത് പ്ലാനിങ്ങിൽ നിന്നാണ്. ഓക്കെ, സോ ദി ക്വസ്റ്റ്യൻ ഈസ് inclusive growth objective was given for the first time in which plan of India? ഏത് 5 year പ്ലാനിലാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള ഒബ്ജക്റ്റീവ് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 5 year പ്ലാൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 9th 5 year plan, 10th 5 year plan, 11th 5 year plan and 12th 5 year plan. ഓക്കെ, സോ നമ്മൾ നോക്കുമ്പോൾ 5 year plans വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. 5 year പ്ലാൻസിൽ നിന്നും ഓരോ പ്ലാൻസിന്റെയും ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഫസ്റ്റ് 5 year പ്ലാൻ ആയിരുന്നെങ്കിൽ അതിന്റെ ബേസിക് ഫോക്കസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു, സെക്കൻഡ് ആണെങ്കിൽ ഇൻഡസ്ട്രീസ്. അങ്ങനെ നമ്മൾ ഓരോ 5 year പ്ലാൻസിന്റെ ഒബ്ജക്റ്റീവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് യൂഷ്വലി ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ബേസിക് ആയിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്, അതുപോലെ തന്നെ ടോട്ടൽ 12 5 year പ്ലാൻസ് ആണ് ഇന്ത്യയിൽ സോഫാർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ആ 12 5 year പ്ലാൻസിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റും അച്ചീവ്ഡ് ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്, സക്സസ് ആയിരുന്നോ ഫെയിലിയർ ആണോ, എന്തായിരുന്നു ആ ഒരു ടൈം പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മേജർ ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീംസ്, കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഫോർ ദി ടൈം ബീയിങ് നമ്മൾ ജസ്റ്റ് 11th 5 year പ്ലാൻ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ 11th 5 year പ്ലാൻ ടൈം പീരീഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള കൺസെപ്റ്റ് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് 12th 5 year പ്ലാന്റെ അകത്തും ഇൻക്ലൂസീവ് ഗ്രോത്ത് ഒരു ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എപ്പോഴാണ്, 11th 5 year പ്ലാനിലാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കണം. 11th 5 year പ്ലാനിലാണ് ഫസ്റ്റ് ടൈം എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂസീവ് ഗ്രോത്ത് ആസ് എ ഒബ്ജക്റ്റീവ് ഗവൺമെന്റ് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ 5 year പ്ലാനിനെ കുറിച്ച് പറയുവാണെങ്കിൽ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. ബട്ട് പ്ലാനിംഗ് കമ്മീഷന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, അതുപോലെ തന്നെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ ഒരു നിയമം ആക്ട് പാസ്സായി പാർലമെന്റ് ആക്ടിന്റെ ഫലമായിട്ട് നിലവിൽ വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് പ്ലാനിംഗ് കമ്മീഷന്റെ കേസിൽ ഇറ്റ് ഈസ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഓക്കെ, ആൻഡ് എങ്ങനെയാണ് അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്, ബൈ പാസിംഗ് എ ക്യാബിനറ്റ് റെസൊല്യൂഷൻ. ഒരു ക്യാബിനറ്റ് റെസൊല്യൂഷന്റെ ഫലമായിട്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് 1950ലാണ്. ഫസ്റ്റ് 5 year പ്ലാന്റെ ടൈം പീരീഡ് എപ്പോഴായിരുന്നു, 1951 to 56. 1951 to 56 ആയിരുന്നു എന്ത്, ഫസ്റ്റ് 5 year പ്ലാൻ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, 1951 to 56. ഓക്കെ, സോ നമ്മളിവിടെ ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻഷിപ്പ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന സമയത്ത്. ഓക്കെ, സോ 11th 5 year പ്ലാൻ, ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ 11th 5 year പ്ലാനിനകത്ത് ടാർഗറ്റ് ചെയ്തിരുന്ന ഗ്രോത്ത് റേറ്റ് 9% ആണ്. ആൻഡ് ഓൾസോ ഫസ്റ്റ് ടൈം ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള ഐഡിയ എംഫസൈസ് ചെയ്തിട്ടുള്ളത് 11th 5 year പ്ലാൻ ടൈം പീരീഡിലാണ്. ഓക്കെ, സോ ഫാർ 12 5 year പ്ലാൻസ് ആണ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ടോട്ടലി. ആൻഡ് ഈ ഒരു 2015 പ്ലാനിംഗ് കമ്മീഷൻ എടുത്തു മാറ്റി, അല്ലെങ്കിൽ 5 year പ്ലാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പകരം പുതിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു, ദാറ്റ് ഈസ് നീതി ആയോഗ്. ഓക്കെ, നീതി ആയോഗ് 2015 ജനുവരി 1 നിലവിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം പ്ലാനിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് നീതി ആയോഗ് ആണ്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് 5 year പ്ലാൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഓക്കെ,
സോ നീതി ആയോഗ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി ഡീസെൻട്രലൈസ്ഡ് വേ ഓഫ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി നീതി ആയോഗ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. ഓക്കെ, സോ കോപ്പറേറ്റീവ് ഫെഡറലിസം ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഏറ്റവും ബോട്ടം അപ്പ് ലെവൽ ഓഫ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും എല്ലാം വേണ്ടിയിട്ടാണ് നീതി ആയോഗ് 2015 നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. നമ്മൾ ഓരോ 5 year പ്ലാൻസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. സോ എല്ലാ 5 year പ്ലാൻസിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ പഠിച്ചു പോകണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ കൂടിയാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിലിപ്സ് കർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ഏതൊരു HST എക്കണോമിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും ഫിലിപ്സ് കർവിൽ നിന്ന് ഒന്നോ അതിലധികമോ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂഷ്വലി കാണാവുന്നതാണ്. ഓക്കെ, ഫിലിപ്സ് കർവിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു HST എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് മീൻസ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിലിപ്സ് കർവ് എന്ന് പറയുമ്പോൾ ഷോർട്ട് റൺ ഫിലിപ്സ് കർവും അതുപോലെ തന്നെ ലോങ് റൺ ഫിലിപ്സ് കർവും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഷോർട്ട് റൺ ഫിലിപ്സ് കർവിൽ നിന്നാണ്. ഷോർട്ട് റൺ ഫിലിപ്സ് കർവിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the Phillips curve describes the relationship between option A the federal budget deficit and trade deficit, option B savings and investment, option C the unemployment rate and inflation rate, option D marginal tax rates and tax revenues. Okay, so question ചോദിച്ചിട്ടുള്ളത് ഫിലിപ്സ് കർവിനകത്ത് ഏതൊക്കെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഷോ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ ആ ഒരു സെയിം എക്സാമ്പിൾ തന്നെ ഫിലിപ്സ് കർവിൽ നിന്നും വേറെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ ഈ സെയിം രീതിയിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിലിപ്സ് കർവ് സെറ്റ്സ് അപ്പ് എ റിലേഷൻ ബിറ്റ്വീൻ ഓപ്ഷൻ എ ടാക്സസ് ആൻഡ് ഇൻഫ്ലേഷൻ, ഓപ്ഷൻ ബി ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, ഓപ്ഷൻ സി മണി സപ്ലൈ ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഓപ്ഷൻ ഡി പ്രൈസ് ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, സോ ഇവിടെയും ഫിലിപ്സ് കർവിനകത്ത് ഏതൊക്കെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത് എന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ അറിഞ്ഞാൽ മതി, ബേസിക് ആയിട്ടുള്ള ഫിലിപ്സ് കർവ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 2 മാർക്സ് നമുക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, സോ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഫിലിപ്സ് കർവിനകത്ത് ഷോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിലിപ്സ് കർവ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആൻഡ് ദി ഇൻഫ്ലേഷൻ റേറ്റ്. ഫിലിപ്സ് കർവിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റും ഇൻഫ്ലേഷൻ റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ബേസിക്കലി എക്കണോമിക്സിലെ ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മണി വേജിലുള്ള ഇൻക്രീസും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഫിലിപ്സ് കർവിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഫിലിപ്സ് കർവ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് AW ഫിലിപ്സ് ആണ്. 1958 എക്കണോമിക്സിലേക്ക് ഫിലിപ്സ് കർവ് AW ഫിലിപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഫിലിപ്സ് കർവ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഓൺ ദി ബേസിസ് ഓഫ് എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് വേജ് ബിഹേവിയർ ഇൻ UK ഫോർ ദി ഇയേഴ്സ് 1861 to 1957. യുകെയിലെ വേജ് ബിഹേവിയറിൽ നടത്തിയിട്ടുള്ള ഒരു എംപെരിക്കൽ സ്റ്റഡി ഫോർ ദി ടൈം ബി 1861 to 1957. 1861 to 1957 ടൈം പീരീഡിൽ ഉള്ള യുകെയുടെ വേജ് ബിഹേവിയറിൽ നടത്തിയിട്ടുള്ള എംപെരിക്കൽ സ്റ്റഡിയുടെ റിസൾട്ട് ആയിട്ടാണ് ഫിലിപ്സ് കർവ് AW ഫിലിപ്സ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ എംപെരിക്കൽ സ്റ്റഡിയിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് there is a inverse relation between rate of unemployment and the increase in the money wage. മണി വേജ് ഇൻക്രീസും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് ഫിലിപ്സ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഹയർ ആവും തോറും മണി വേജ് റേറ്റ് ലോവർ ആയിരിക്കും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് ലോവർ ആയിരിക്കും എന്നുള്ളതാണ് ഫിലിപ്സ് കർവിൽ AW ഫിലിപ്സ് ഫൈൻഡ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിലിപ്സ് കർവിന്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ഓക്കെ, സോ ഇവിടെ
എക്സ് ആക്സിസിൽ ഷോ ചെയ്യുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റും വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മണി വേജസ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റും ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യും തോറും മണി വേജിലുള്ള ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു ബ്ലൂ കളർ ലൈൻ ഉണ്ടല്ലോ, ഇതാണ് ഫിലിപ്സ് കർവ്. ഓക്കെ, ഈ ഒരു ബ്ലൂ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ പിറകിലുള്ള ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെന്റ് വെരി ഹൈ ആയിരിക്കുന്ന സിറ്റുവേഷൻ. സോ അൺഎംപ്ലോയ്മെന്റ് ഹൈ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരുപാട് പേര് അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ട്. സോ അവിടെ ലേബർ സപ്ലൈ എന്ന് പറയുന്നത് ലേബർ ഡിമാൻഡിനേക്കാൾ ഏറെ കൂടുതൽ നിൽക്കുന്ന സമയമായിരിക്കും. സോ വർക്കേഴ്സിന് യൂഷ്വലി ബാർഗൈനിങ് പവർ, വേജ് ബാർഗൈനിങ് പവർ ഭയങ്കര ലോ ആയിരിക്കും. ബിക്കോസ് ഒരുപാട് പേര് അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ബാർഗൈനിങ് പവർ ഉണ്ടായിരിക്കില്ല വർക്കേഴ്സിന്. ഓക്കെ, സോ ഈ സമയത്ത് മണി വേജസ് ഒന്നെങ്കിൽ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മാത്രമേ റൈസ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് അൺഎംപ്ലോയ്മെന്റ് ലോ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ വർക്കേഴ്സിനുള്ള ലേബർ ഡിമാൻഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മോർ ദാൻ ലേബർ സപ്ലൈ ആയിരിക്കും. സോ വർക്കേഴ്സിന് യൂഷ്വലി ബാർഗൈനിങ് പവർ ഉണ്ടായിരിക്കും. സോ ബാർഗൈനിങ് പവർ ഉള്ളത് കൊണ്ട് തന്നെ മണി വേജസ് റൈസ് ചെയ്യും. സോ അത് ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യും. സോ നമുക്കറിയാം അൺഎംപ്ലോയ്മെന്റ് ലോ ആയിരിക്കുമ്പോൾ അത് ഇൻഫ്ലേഷനിലേക്കും, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഹൈ ആയിരിക്കുമ്പോൾ ലോ ഇൻഫ്ലേഷനിലേക്കും അത് ലീഡ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഫിലിപ്സ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള ഒരു ലോജിക്കൽ റീസൺ ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ, സോ ഫിലിപ്സ് കർവിന്റെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലോങ് റൺ ഫിലിപ്സ് കർവ് ഒരു വെർട്ടിക്കൽ ഷേപ്പ് ഫിലിപ്സ് കർവ് ആയിരിക്കും. ഓക്കെ, സോ ലോങ് റൺ ഫിലിപ്സ് കർവ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് യൂഷ്വലി അത്രത്തോളം ചോദിച്ച് കാണാറില്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് നിന്നാണ്. ബട്ട് നമുക്ക് ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് വരുന്ന എക്സാംസിലെല്ലാം. സോ ലോങ് റൺ ഫിലിപ്സ് കർവ് കൂടി ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകണം. സോ നമ്മൾ നേരത്തെ കണ്ട സെയിം ഒരു ഫിലിപ്സ് കർവ് നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നോക്കാം നമുക്ക് ജസ്റ്റ്. സോ ക്വസ്റ്റ്യൻ ഈസ് ഫിലിപ്സ് കർവ് sets up a relation between option A taxes and inflation, option B inflation and unemployment, option C money supply and aggregate demand, and option D price and cost of production. സോ സെയിം നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലും എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫിലിപ്സ് കർവ് ഏതെല്ലാം വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഷോ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ആൻസർ ആയിട്ട് വരിക ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഫിലിപ്സ് കർവിനകത്ത് ഷോ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. സോ ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, ഫിലിപ്സ് കർവിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് ഹയർ ആവും തോറും ലോവർ ദി റേറ്റ് ഓഫ് വേജ് ഇൻഫ്ലേഷൻ. ഓക്കെ, സോ ഫിലിപ്സ് കർവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. HSST എക്കണോമിക്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാം നമ്മൾ മെയ് ജൂലൈ ടൈമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ജനുവരി 3 നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ എല്ലാ സിലബസ് പോർഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും വിത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനോട് കൂടി തന്നെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ 24/7 നിങ്ങൾക്ക് ടീച്ചേഴ്സിൽ നിന്നും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ജനുവരി 3 നമ്മളുടെ നെക്സ്റ്റ് ബാച്ച് ഓപ്പൺ ആവുകയാണ്. സോ എല്ലാവരും നന്നായി പഠിക്കുക, എക്സാം ആവുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.